ഞങ്ങൾ എടുത്ത സർവേ, ഞങ്ങൾ പുറത്തുവിട്ട സർവേ കൃത്യമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയാണ്. കാര്യം ഇനിയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അന്നൊക്കെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള രീതിയിലേക്ക് നമ്മൾ പോവുക എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് നമ്മളത് അത്രയും കൃത്യമായി പുറത്തുവിടുന്നത്. ഞാൻ ആ സർവേ എടുക്കുമ്പോൾ വലിയ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ കാരണം പല മണ്ഡലങ്ങളിലാണ് ഞാൻ ആ സർവേ എടുത്തിട്ടുള്ളത്. അന്ന് അവിടെ രാഷ്ട്രീയ പരിപാടികളൊക്കെ മാറ്റി നിർത്തിയ സമയത്ത് മാത്രമേ സർവേ എടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ പറയുന്ന വാക്കിന് വാല്യൂ ഉണ്ടാവണം. ജനങ്ങൾ പല ആളുകളൊക്കെ വലിയ സന്തോഷത്തിൽ എന്നെ വിളിക്കാറുണ്ട്, ഇങ്ങനെ സർവേ എങ്ങനെയാണ്, ആ ഒരു വിശ്വാസം നേടിയെടുക്കുക എന്നുള്ള സാധനം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദേശീയ തലത്തിൽ തന്നെ വലിയ സർവേകളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും എടുക്കുന്ന സാമ്പിളിന്റെ കൃത്യതയാണ് അതിന്റെ പ്രവചനത്തിന്റെ കൃത്യതയിലേക്ക് നയിക്കുന്നത്. തീർച്ചയായും. അപ്പൊ സാമ്പിൾ തെറ്റിയാൽ എല്ലാ പ്രവചനങ്ങളും തെറ്റും. ഒരാള് എനിക്ക് ബൈറ്റ് തരുമ്പോ ആ ബൈറ്റ് നാളെ വരും, നിങ്ങളുടെ ചാനൽ വരും എന്നുള്ളൊരു സാധനമുണ്ട്. അതൊരിക്കലും ഞാൻ തെറ്റിക്കാറില്ല. 600 നിന്ന് 10 ബൈറ്റ് അഡീഷണൽ എടുത്തു എന്ന് വെക്കാം, നമുക്ക് അഡീഷണൽ എടുക്കേണ്ടി വരും. സംടൈം വോയിസ് ഔട്ടോ അങ്ങനെ വല്ല സാധനം ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അഡീഷണൽ എടുക്കേണ്ടി വരും. പക്ഷെ അതുകൂടെ ഞാൻ ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് അത്തരം ഒരു കാര്യം എന്നോട് ചോദിച്ചു, ആ അഭിപ്രായം വന്നില്ല എന്നൊരാൾ പോലും കൈ പൊക്കരുത് എന്ന് വെച്ചിട്ടാണ് നമ്മളോട് സഹകരിച്ച, നമ്മൾ മൈക്ക് വെക്കുമ്പോൾ സംസാരിക്കാൻ കാണിച്ച എല്ലാവർക്കും വലിയ രീതിയിലേക്ക് നന്ദി പറയാണ്. നമസ്കാരം. നിലമ്പൂർ സർവേ ഞങ്ങളുടെ ശരിയായിരുന്നു എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. പല സർവേകളും നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആര് ജയിക്കും, എത്ര ഭൂരിപക്ഷം വരെ അതിൽ പറയാറുണ്ട്. കാരണം ഈ നിഷ്പക്ഷമായി നിൽക്കുന്ന വോട്ടുകളെ അപേക്ഷിച്ചാണ് നമ്മൾ ശരിക്കും ഇത് എങ്ങനെയാണ്, ആരാണ് ജയിക്കുക എന്നുള്ളത് നമ്മൾ പറയാം. ഇന്നലെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. 10,000+ UDF നേടും, LDF 2ാം സ്ഥാനത്തായിരിക്കും, PV Anwar 3ാം സ്ഥാനത്തായിരിക്കും എന്നുള്ള പ്രവചനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ എല്ലാവരിലേക്കും ഇറങ്ങി, ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി ഞാൻ മാധ്യമം എന്ന് വിചാരിക്കുന്ന ഒരു സാധനം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെയാണ് കൊണ്ടുവരേണ്ടത് മാധ്യമങ്ങളിൽ. ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഞാൻ വിനോദനോട് ഇരിപ്പുണ്ട്. രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് ജനങ്ങളുടെ അഭിപ്രായം കൊണ്ടുവരാ, ജനങ്ങളുടെ ആവശ്യങ്ങൾ കൊണ്ടുവരാ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ള കാര്യം. അല്ല, ഈ സർവേയിൽ ഏറ്റവും എനിക്ക് ആകർഷകമായി തോന്നിയത്, ഞാൻ ആ കാര്യം ബാബുവിനോട് ചോദിച്ചു, എവിടെ നിന്നാണ് സാമ്പിൾ എടുത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ സാമ്പിൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും ചെന്ന്, അത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ, പഞ്ചായത്ത് മുനിസിപ്പൽ വ്യത്യാസമില്ലാതെ, ജനതയുടെ ഒരു ക്രോസ് സെക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ കൃത്യമായി എടുത്ത സാമ്പിളാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് ബാബു എനിക്ക് തന്ന മറുപടി. എല്ലാ മണ്ഡലങ്ങളിലും കയറിയിട്ടുള്ള സർവേയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സർവേ ഫലം, നമ്മളിപ്പോ ഏത് സർവേ എടുക്കുകയാണെങ്കിലും ദേശീയ തലത്തിൽ തന്നെ വലിയ സർവേകളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും എടുക്കുന്ന സാമ്പിളിന്റെ കൃത്യതയാണ് അതിന്റെ പ്രവചനത്തിന്റെ കൃത്യതയിലേക്ക് നയിക്കുന്നത്. തീർച്ചയായും. അപ്പൊ സാമ്പിൾ തെറ്റിയാൽ എല്ലാ പ്രവചനങ്ങളും തെറ്റും. പക്ഷെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം 600 പേരുടെ കേവലം അവരോട് എന്തെങ്കിലും ഒരു അഭിപ്രായം സ്വകാര്യമായി രഹസ്യമായി അവർ വോട്ട് ചെയ്യുന്നത് പോലെ മറയ്ക്കകത്ത് പോയിട്ട് ചെയ്യുന്നവരുടെ വോട്ട് രേഖപ്പെടുന്നത് പോലെയല്ല, പരസ്യമായി പ്രത്യക്ഷത്തിൽ പറയുന്ന വീഡിയോ ബൈറ്റ് എടുത്തുകൊണ്ടാണ് ആ സർവേ പൂർത്തിയാക്കിയത്. അതിന് ജനങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ എപ്പോഴും എല്ലാ സർവേകളും പ്രഖ്യാപിക്കാറുള്ളത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ്. പക്ഷെ ഞാൻ പബ്ലിക്കായിട്ട് വന്ന് ജനങ്ങളുടെ കാര്യം, ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് തുറന്നു പറയാൻ സാധ്യതയുള്ള ആളുകളെ ആണ് ഞാൻ കൊണ്ടുവരാറ്. പക്ഷെ പല ആളുകളും തുറന്നു പറയാറില്ല. ആ ബൈറ്റ് കൂടെ നമ്മൾ പങ്കുവെക്കാറുണ്ട്. അതാണ് മിക്കവാറും വോട്ടായി ഇതിൽ വന്നത് 4/1 ഭാഗം, ഏതാണ്ട് 600 പേരിൽ 150 പേർ വ്യക്തമായ അഭിപ്രായ പ്രകടനം നടത്തിയില്ല. നമ്മൾ ഇതിനെ സംബന്ധിച്ച് അന്ന് ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ചയിലും നമ്മൾ പറഞ്ഞത് ഈ വോട്ട് എങ്ങോട്ട് പോകുമെന്ന് തീരുമാനിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പോ ഒരുപക്ഷെ പോളിംഗ് ബൂത്തിൽ വെച്ചോ ആയിരിക്കും. ആ വോട്ട് എവിടെയാണ് പോവുക എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമായി സ്വാധീനിക്കാൻ ഇടയുള്ളതാണ്. ആ വോട്ടുകൾ പൂർണ്ണമായും അൻവർ പിടിച്ചാൽ ഒരുപക്ഷെ അൻവർ വിജയിച്ചേക്കാൻ പോലും സാധ്യതയുണ്ട്. കാരണം 150 വോട്ടാണ്. ഓൾറെഡി 50 വോട്ടിലധികം അൻവർ അതിൽ നേടിയിട്ടുണ്ട്. അൻവറിന് പരസ്യമായിട്ട് ആളുകൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് വരാൻ എന്തായാലും ആ വോട്ട് മതിയായിരുന്നു. പക്ഷെ ആ വോട്ടിൽ അവ്യക്തത നിറഞ്ഞു നിൽക്കുകയും അത് ഏതാണ്ട് ഈക്വലി ആളുകൾക്ക്, ഈ പറയുന്ന സ്വരാജിനാണെങ്കിലും അൻവറിനാണെങ്കിലും ഷൗക്കത്തിനാണെങ്കിലും ഏറെക്കുറെ അത് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് ആ നിഷ്പക്ഷത പറഞ്ഞ അല്ലെങ്കിൽ അവ്യക്തത പറഞ്ഞ ആളുകളുടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ശ്രേണിയിൽ 10,000-ലധികം 11,000-ലധികം വോട്ട് നേടി ഷൗക്കത്ത് ജയിച്ചു, സ്വരാജ് പരാജയപ്പെട്ടു,
പി വി അൻവറിന് ഏതാണ്ട് 20,000-ൽ താഴെയായി വോട്ട് സമാഹരിക്കാൻ കഴിയുകയും ചെയ്തു. ആ സർവേ പുറത്തുവിട്ടു. ഇപ്പൊ പല ആളുകളും എന്നെ വിമർശിച്ചായിരുന്നു, അതായത് ഇടതുപക്ഷം മുന്നോട്ട് വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഞാൻ ആ സർവേ എടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ്, പല മണ്ഡലങ്ങളിൽ പോയിട്ട് ചെയ്ത സംഭവമാണ്. അതിനപ്പുറത്തേക്ക് കൊട്ടിക്കലാശം എന്നുള്ളൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്ന് ആളുകൾ വരാത്ത സമയം നോക്കണം. അതായത് ബിനുവായിട്ട് മനസ്സിലായോ, പുറത്തു വന്ന ആളുകൾക്ക് നമുക്ക് ചോദിക്കാൻ കഴിയില്ല, നിങ്ങൾ നിലമ്പൂരുകാരാണോ എന്ന് ചോദിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ആ സർവേ എടുക്കുമ്പോൾ വലിയ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ കാരണം, പല മണ്ഡലങ്ങളിലാണ് ഞാൻ ആ സർവേ എടുത്തിട്ടുണ്ട്. അന്ന് അവിടെ രാഷ്ട്രീയ പരിപാടികളൊക്കെ മാറ്റി നിർത്തിയ സമയത്ത് മാത്രമേ സർവേ എടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ പറയുന്ന വാക്കിന് വാല്യൂ ഉണ്ടാവണം. ജനങ്ങൾ, പല ആളുകളൊക്കെ വലിയ സന്തോഷത്തിൽ എന്നെ വിളിക്കാറുണ്ട്, ഇങ്ങനെ സർവേ എങ്ങനെയാണ്, ആ ഒരു വിശ്വാസം നേടിയെടുക്കുക എന്നുള്ള സാധനം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം അത്രയേറെ, പ്രത്യേകിച്ചും നിലമ്പൂർ പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും അവിടെ ആളുകൾ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, എല്ലാ പാർട്ടിയുടെയും. അല്ല, എനിക്ക് നിലമ്പൂരുകാരനാണോ ചോദിക്കാൻ കഴിയില്ല. കാര്യം നിലമ്പൂരുകാരനാണോ ചോദിച്ചിട്ട് പല ആളുകളും ആ നിലമ്പൂരുകാരല്ലാത്ത ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് അത് അത്തരം രീതിയിലേക്ക് നമ്മൾ ബൈറ്റ് എടുക്കുക എന്ന് പറയുന്നത്, ഒരാള് എനിക്ക് ബൈറ്റ് തരുമ്പോൾ ആ ബൈറ്റ് നാളെ വരും, നിങ്ങളുടെ ചാനൽ വരും എന്നുള്ളൊരു സാധനമുണ്ട്. അതൊരിക്കലും ഞാൻ തെറ്റിക്കാറില്ല. പല സർവേകളിലും ആളുകൾ കമന്റ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് വരുന്ന അഡീഷണൽ ബൈറ്റ്സ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ ചാനൽ ഇടാറാണ് പതിവ്. അത് 200 പേരെ ലക്ഷ്യം വെച്ചാലും 500 പേരെ ലക്ഷ്യം വെച്ചാലും 600 പേരെ ലക്ഷ്യം വെച്ചാലൊക്കെ 600 നിന്ന് 10 ബൈറ്റ് അഡീഷണൽ എടുത്തു എന്ന് വെക്കാം. നമുക്ക് അഡീഷണൽ എടുക്കേണ്ടി വരും. സം ടൈം വോയിസ് ഔട്ടോ അങ്ങനെ വല്ല സാധനം ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അഡീഷണൽ എടുക്കേണ്ടി വരും. പക്ഷെ അതുകൂടെ ഞാൻ ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്, അത്തരം ഒരു കാര്യം എന്നോട് ചോദിച്ചു, ആ അഭിപ്രായം വന്നില്ല എന്നൊരാൾ പോലും കൈ പൊക്കരുത് എന്ന് വെച്ചിട്ട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അത് പക്ഷേ കമന്റിൽ പല ആളുകളും പറയുന്നുണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം. സാമ്പിൾ എന്നുള്ള രീതിയിൽ. പക്ഷെ ഫലം വന്നാൽ അങ്ങനെയുള്ള കമന്റ് വരാറില്ല. കാരണം ഫലം അതിനോട് ചേർന്ന് വരുമ്പോൾ പിന്നെ ആ കമന്റിന് പ്രസക്തിയില്ല. ഒരുപക്ഷെ അതിനു മുമ്പ് പല ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ വരും. കാരണം നമ്മൾ സ്പോൺസേഡ് ആയിട്ട് ആരൊക്കെയോ കമന്റ് ചെയ്ത് പണം വാങ്ങിയിട്ട് ചെയ്യുന്ന പണിയാണിത് എന്നുള്ള രീതിയിൽ അതൊക്കെ ആളുകൾ പറയാം. പണം വാങ്ങട്ടെ, ഞാൻ പണം വാങ്ങി എന്ന് പറയാം. അവരുടെയൊക്കെ രീതി അങ്ങനെയാണല്ലോ. നമ്മൾ എന്ത് കഴിക്കുന്നു, പണ്ട് നമ്പൂരി പറഞ്ഞ പോലെ, അവൻ കഴിക്കുന്നത് അവൻ പറഞ്ഞു, ഞാൻ കഴിക്കുന്നത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ്. അവരെങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് ലോകത്തുള്ളവർ മുഴുവൻ ചിന്തിക്കുന്നത് എന്ന് കരുതുന്നവർ കമന്റ് ഇടും. ഒരു കാര്യം പറയാൻ കഴിയും, ഞങ്ങൾ എടുത്ത സർവേ, ഞങ്ങൾ പുറത്തുവിട്ട സർവേ കൃത്യമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയാണ്. കാര്യം ഇനിയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അന്നൊക്കെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള രീതിയിലേക്ക് നമ്മൾ പോവുക എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് നമ്മളത് അത്രയും കൃത്യമായി പുറത്തുവിടുന്നത്. ഞാൻ പറഞ്ഞത് 10,000-ൽ അപ്പുറത്തേക്ക് 10,000+ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് 100% അടിയുറപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായി 11,000 വോട്ടിൽ അല്ലെ 10,000+ ആണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഓരോ കാര്യങ്ങളും ജനങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ പറയാണ്, ഞങ്ങളോട് സഹകരിച്ച എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും വലിയ രീതിയിലേക്ക് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ ശരിക്കും ആ സർവേയിൽ എനിക്ക് വലിയ രീതിയിലേക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ കുറെ ആളുകൾ സ്വരാജിന് സപ്പോർട്ടായിട്ട് വന്നൊരു കുറച്ച് ആളുകളുണ്ട്. അതൊക്കെ ഈ ഗോവിന്ദന്റെ പ്രസ്താവനയോട് കൂടി പോയി എന്ന് എന്റെ മനസ്സിലുണ്ട്. കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ശരിക്കും LDF കുറച്ചുകൂടെ വോട്ട് കൂട്ടാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും അത് ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എന്തായാലും സർവേ എല്ലാവരും കണ്ട് വലിയ രീതിയിലേക്ക് നല്ല രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. അവരോടും ആദ്യം തന്നെ നന്ദി പറയാണ്. അതുപോലെ തന്നെ സർവേ വിമർശിച്ച ആളുകളും എല്ലാവരോടും നന്ദി പറയാണ്. ഞങ്ങൾ പുറത്തുവിട്ട സർവേ വളരെ ക്ലിയർ ആയിരുന്നു എന്നുള്ളതിലെ വളരെ ക്ലിയർ ഇന്ന് വ്യക്തമായിരിക്കുന്നു. അപ്പോ എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, നമ്മളോട് സഹകരിച്ച, നമ്മൾ മൈക്ക് വെക്കുമ്പോൾ സംസാരിക്കാൻ കാണിച്ച എല്ലാവർക്കും വലിയ രീതിയിലേക്ക് നന്ദി പറയാണ്. നന്ദി, നമസ്കാരം.